നിങ്ങൾ ഓരോ പ്ലേയേഴ്സിൻ്റെ സജഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ടൈമിൽ ഇവിടുന്ന് പോയ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതാ വരുന്നേ, ഒറ്റ മിനിറ്റ് അതാ. ഒരു ടൈമിൽ ഇവിടുന്ന് പോയ പ്ലേയേഴ്സിൽ ഒരാളാണ് ഓക്സി, ഇറ്റാച്ചി, രായന്, ഇങ്ങനെ കുറേ പേരുണ്ട്. സോ ആ ഇറങ്ങിപ്പോയ ആൾക്കാരിൽ ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല, ഞാൻ പറയാം. ഒരുപാട് പേർക്ക് ഇവിടെ തിരിച്ചു കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഇറങ്ങി നിന്ന സമയത്താണെങ്കിൽ പോലും ഇവിടുത്തെ കുറേ പ്ലേയേഴ്സായിട്ട് ഇഷ്യൂ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അതായത് അവർ തിരിച്ചു വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. ഇത് എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. എനിക്ക് ഇവരുമായിട്ട് സിങ്ക് ആവാത്ത ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ ഇടയ്ക്കോട്ട് കൊണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറേ എല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചേടാ ഇന്ന ആൾ ഇവിടെ വന്നാൽ പ്രശ്നം ഉണ്ടാകുമോ, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കളിക്കുന്നതിൽ ഓക്കെ ആണോ. അതിൽ സ്റ്റീവ് പേഴ്സണലി അവന് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇറ്റാച്ചിക്ക് പറ്റാത്ത ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ പേരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് എനിക്കത് നമ്മളിപ്പം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയണത് പോലെ ഓക്കെ ഇവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ആൾക്കാർ വരാനും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. എടാ അവന്മാർക്ക് ടി വിക്ക് വേണ്ടി തരാൻ പറ്റുന്നതിൻ്റെ എക്സ്ട്രീം തരുന്നുണ്ട്. ഈ പറഞ്ഞ ഈ കയറി വന്ന ആരെങ്കിലും ഒരാൾ ഇനാക്റ്റീവ് ആണോ? ആരെങ്കിലും ഒരാൾ പെർഫോം ചെയ്യാതിരിക്കുന്നുണ്ടോ? കേസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 48 പേരോ 50 പേരോ അടുപ്പിച്ചെന്തോ ആവാറായി. ഇതിൽ നിന്ന് വേണം എനിക്ക് 35 മെമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. പക്ഷേ ബട്ട് സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയാം കേസ്, എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരായതുകൊണ്ട് എനിക്ക് ഇവരൊക്കെ വന്ന് പറയണ സമയത്ത് എനിക്ക് വിഷമമുണ്ട്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം സ്ട്രെയിറ്റ് ഔട്ട് ഫേസ് നോ പറയാൻ പറ്റത്തില്ല. ഇപ്പം എനിക്ക് ഇങ്ങനെ പ്ലേയേഴ്സിനെ കൊണ്ടുവരേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ടി വിയിലില്ല. അത് കാണുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഈ കൊണ്ടുവരുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് അവരുടെ കരിയർ ഇല്ലാതായി പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് അവർക്ക് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ കുറച്ച് പേരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അതിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് അവർ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അതുകൂടെ ഈ 2 ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇനി ഞാനിത് ബിൽഡ് ചെയ്ത് എല്ലാവരെയും തിരിച്ചുകൂടെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്കതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആവും ഭയങ്കര ഫ്യൂച്ചറിൽ. അപ്പോൾ ലോക്കിയുടെ ഒക്കെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ മെമ്പേഴ്സ് കുറേ പേർക്ക് ഈ പറയണത് പോലെ പ്രശ്നങ്ങളുണ്ട്, ഈ പറയണത് പോലെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് നന്നായിട്ട് നിൽക്കുന്ന ഒരു സാധനം വെറുതെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഈഗോ ക്ലാഷ് ഉണ്ടാക്കി ഇവൻ്റെയും കരിയർ നശിപ്പിച്ച് ബാക്കിയുള്ള നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നശിച്ചു പോകുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് ഇതാക്കിയത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ സരക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. അങ്ങനെ ഒരു സംഭവം തിരിച്ചിനകത്തോട് ഉണ്ടാവില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത് എനിക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താക്കാൻ വയ്യ. ഇതിന് മുമ്പത്തെ ലൈവുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മതി. സോ അങ്ങനെ ഒരു കാര്യം എന്തായാലും തിരിച്ചിതിനകത്തോട്ട് ഉണ്ടാവില്ല. അതിൽ വേറെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്ക് അവരോടത്ത് സംസാരിക്കാം. ഇതെന്താ ഇത് തുറക്കാത്ത ഇതൊന്നും? എടാ പ്രൊഫസർ, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ഞാൻ പറയണ കാര്യം അതാണെടാ. പ്രൊഫസറിന് ഓൾറെഡി 2 ചാൻസ് നമ്മൾ ടി വിയിൽ കൊടുത്തതാണ്. അല്ലെങ്കിൽ മനസ്സിലായോ? നമ്മൾ അങ്ങനെ 2 വട്ടം കളഞ്ഞിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ ടി വിയിൽ. 2 വട്ടമൊക്കെ ഇതാക്കിയിട്ട് 2 വട്ടവും അവൻ ഇനാക്റ്റീവും അവന് കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. സോ അവനിപ്പം ആക്റ്റീവായിട്ട് ഈ ഗെയിം കളിക്കുന്നത് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്ന് അവനെ ഒരു ദിവസം കൊണ്ട് ഗ്രൈൻഡ് ചെയ്യിപ്പിച്ച് സിറ്റി കയറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അവൻ കളി നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഗെയിം പ്ലേ ആണ് നിങ്ങൾ കണ്ടത്. അവൻ ഇനി തിരിച്ചു വന്ന് ഈ ഗെയിമിനോട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ ടൈം എടുക്കും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എൺപത്തൊന്ന് മതിയോ? എന്താ ഓക്കെ. സോ ഗൈസ്, അപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് ഒരാളും കൂടി നമ്മുടെ അതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അത് ഉടനെ ഉണ്ടാവില്ല. അത് നമ്മൾ ചന്ദ്രനൊക്കെ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന മെമ്പേഴ്സിനോട് ഒന്ന് സംസാരിക്കാം. നിഞ്ച വാ.
നിഞ്ച നിനക്ക് 2 വാക്ക് സംസാരിക്കാം. നിനക്ക് വന്ന ജേണി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം. ഞങ്ങളിവിടെ ഉണ്ടാവും. പറ. ഇങ്ങോട്ട് വേണം, അടുത്തോട്ടിരിക്കാം. ഞാൻ ഇവിടെ ഇരുന്നോളാം. കേക്കണ്ട കേക്കാം. എനിക്ക് ആദ്യം വേറെ ടാങ്ക് പറഞ്ഞ KVL എല്ലായിടത്താണ്. എത്ര ആള് 3 കൊല്ലം KVL ആയിരുന്നു ഫസ്റ്റത്തെ ടാങ്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ TVL പറഞ്ഞത്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അടുത്തും അവിടെ ഉള്ള എല്ലാ മെമ്പേഴ്സ് ആയാലും എല്ലാവരും സപ്പോർട്ട് ആയിരുന്നു. എല്ലാവരും നല്ല പ്രദേശത്തും ഇതൊക്കെ ആയിരുന്നു. എന്റെ ഇതിപ്പോ ഒരു പുതിയ ജേണിയാണ്. അപ്പൊ എന്നെ TVLക്ക് ഫാമിലിക്ക് വിളിച്ച വാസണനും പിന്നെ ബാക്കി എല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്റെ സൈഡിൽ നിന്ന് പറ്റണല്ല ആയത് എനിക്ക് TVക്ക് വേണ്ടി എല്ലാം കാര്യങ്ങളും എന്റെ സൈഡിൽ നല്ല സപ്പോർട്ടും ഉണ്ടാവും. അപ്പ 2 ചോദ്യം ചോദിച്ചപ്പാ. അവന്റെ സൗണ്ട് ഒക്കെ പതറിയട്ടോ അവന്റെ. തനി സുരിവാ പറയും. എടാ നീ കരയാറാ എന്തിന്? നിന്റെ സൗണ്ട് ഒക്കെ ഇടണ്ടായില്ലേ? നമ്മളെ പോലെ നിഞ്ച ലോല ഹൃദയനായിരിക്കില്ലേ നിഞ്ച? ഇവിടെ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വൈ TV? The only best, the only. അത് ഗാങ്സ്റ്ററോട്ടിൽ കിട്ടാൻ വേണ്ടിട്ട് ഗാങ്സ്റ്ററോട്ടിൽ വരാനുള്ള അറ്റംപ്റ്റുകൾ അതൊക്കെ അത് സത്യമാണ്. നീ അങ്ങനെ പ്രത്യേകിച്ച് നീ അത് എടുത്ത് പറഞ്ഞോണ്ട് പറഞ്ഞതാണ് കേട്ടാ. എനിക്ക് അങ്ങനെ ഗാങ്സ്റ്റർ ഞാൻ അങ്ങനെ പറയലണ്ണ. നമ്മള് സ്ലോട്ടിന് വേണ്ടിയല്ലോ. നിന്നെ അവസാനമായിട്ട് കണ്ടത് കഴിഞ്ഞ വർഷമാണ് ഞാൻ. മനസ്സിലായോ? ചന്ദ്രന്റെ എല്ലാ ദിവസവും. അതെ ചന്ദ്രന്റെ കൂടെ. അതെ. അതേപോലെ തന്നെ നമ്മുടെ എന്നത്തെയും പോലത്തെ 12ാമത്തെ ചോദ്യം. ഈ ഗാംഗിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്ന സമയത്ത് തീരെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും. ഈ ഗാംഗിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഒരു പേരാണ് 2 പേര് പറയാൻ പറ്റും. ഒരു പേരെ പറ്റത്തുള്ളേ. സെലക്ട് വൺ. ടഫാണ്. നീ പറഞ്ഞാലേ എനിക്ക് വിഷമമൊന്നുമില്ല. എന്റെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കേടാ. ഞാൻ പറയണ്ടാ സമയം കൊടു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇങ്ങനെ ആർപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ചന്ദ്രന്റെ. അല്ല ചന്ദ്രൻ അതല്ല ഞാൻ ഇങ്ങനെ പുറത്തു നോക്കുമ്പോ അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോഴേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തിരിച്ചെടുക്കുക. സോനിവിനെ വേണ്ട. അല്ല അപ്പൊ ഞാൻ പറയട്ടെ, പുറത്തുനിന്ന് നോക്കുമ്പോ നിനക്ക് TVയിൽ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അരോചകമായിട്ട് തോന്നിയത് ആരെയാണ്? അല്ല ഞാൻ പറയാം, അരോചകം പോട്ടെ, നിനക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരാളെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ തോന്നിയ ദേഷ്യം തോന്നിയ കോമൺ ആൻസർ ആണ്. കോമൺ ആൻസർ ആണ്. ഇത് ഇത് പിന്നെ കോമൺ ആൻസർ ആണ്. അപ്പൊ നമ്മളെ എല്ലാവരുടെയും വായത് കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൻസർ ആണ്. കൊള്ളാം. നീ കൊള്ളാം.
എടാ അതിന്റെ അർത്ഥം കണ്ടപ്പോന്റെ പണി ചെയ്യുന്നതാ വാസവനെ. അതാ പറഞ്ഞേ, അതാ ആ റോൾ അവൻ നന്നായിട്ട് ചെയ്യുന്നോണ്ടാണ് വെളിയിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്തത്. അല്ല എന്നാലും ഫണ്ണാണ്, നല്ലൊരു ക്യാരക്ടറാണ്. അകത്ത് ഞങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഇത്രയൊക്കെ അവരാതെ ഓരോരുത്തരെ പറ്റി പറഞ്ഞിട്ട് ഫണ്ണാണ്. ഫണ്ണാണെന്ന് അത് കാലുകുത്തിയിട്ട് അത് തന്നെ അവരാതെ പറഞ്ഞിട്ട് ഫണ്ണാണെന്ന്. അപ്പൊ വാസവനെ ഞാൻ പറഞ്ഞിട്ടേക്കട്ടെ. നോട്ട് ചെയ്ത് വെച്ചോ. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ അപ്പൊ വെൽക്കം ടു ടിവിയെ. ഓക്കെടാ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ചടങ്ങുണ്ട് നിഞ്ച. എന്താ ഇവിടുന്ന് മുട്ടയിൽ എഴയണം. ഗ്യാങ് ഹൗസിന് ചുറ്റും 3 ചില്ലറയല്ല അപ്പാപ്പാട്ടാ. അയ്യോ, ഈ സോഫയ്ക്ക് അപ്പാപ്പനൊക്കെ മൂന്ന് favourite വട്ടം ആണ്. അപ്പാപ്പനൊക്കെ പണ്ടോട്ടുള്ള നമ്മുടെ മുട്ട favourite ജസ്റ്റ് അല്ലേ? പലാറ്റാരെ മുട്ട കഴിഞ്ഞാൽ മതി. പാപ്പ തലച്ചില്ലാതെ എത്ര എഴഞ്ഞതാ. സത്യം അപ്പാപ്പ ചുമ്മാ പറയണ. അപ്പൊ അടുത്ത സോഫയ്ക്ക് ചുറ്റുമെങ്കിൽ എന്റെ ഒരു മനസ്സമാനം ആണല്ലേ. പിന്നെ ആവട്ടെ, ഒറ്റയ്ക്ക് പിടിക്കാതെ. പിന്നെ ടിവിയുടെ വരുന്ന ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലെയറിനെ വാച്ച് ചെയ്യുന്ന സമയമാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ സിങ്ക് ആവുന്നുണ്ടോ, എല്ലാവരോട്ടും സംസാരിക്കുന്നുണ്ടോ, എല്ലാവരോട്ടൊക്കെ ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു 1 മാസമാണ്. ആ 1 മാസത്തിൽ അതിൽ ഫെയിൽ ആയാൽ ടിവിക്ക് പുറത്ത് കൊണ്ടുവരും നിന്റെ. അതെ, ഓക്കെ. പെണ്ണുമില്ലോട്ടോ 1 മാസത്തേക്ക്. ഒരു മാസത്തേക്ക് പെണ്ണുണ്ടാവാൻ പാടില്ല. നോ ഗേൾസ് ഫോർ 1 month. ഇനി അഥവാ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ 1 മാസത്തേക്ക്. ഇല്ല വാസവനെ, ഇവന് ആണുങ്ങളോടാ താല്പര്യം. അടുത്തോട്ട് വന്നിരുന്നാ മതി. എന്റെ കുറിപ്പ് കത്തിപ്പോയെ. എടാ ഇവന് ആരുടെയൊക്കെയോ ടോണുണ്ട്. സൗണ്ട് തോമ, ഡെസ്ട്രോടെ മലയാളം, ഇവര് കൊറേ ഇതുണ്ട് കേട്ടാ. അപ്പൊ അതൊക്കെയാണ് റൂൾസ് ഇവിടുത്തെ. ഓക്കെ. അപ്പൊ നീ പോയിരുന്നു. വേറെ എന്തെങ്കിലും പറയണ്ടോ? വേറെ ആരുടെയും എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയണ്ടേ പറയാം. പക്ഷെ എനിക്കിപ്പോ കയ്യും കാലൊക്കെ ഉറക്കെ സംസാരിക്കാൻ പറ്റില്ല. ബോബിനെടുത്തോണ്ടിരിക്കല്ലേ? ഇവ ഫുൾ ആക്റ്റീവ് ആണോ? നല്ല RP പ്ലെയർ ആണല്ലേ ഇവൻ. അത്യാവശ്യം സംസാരിക്കണം, നന്നായിട്ട് സംസാരിക്കും. എടാ അതുപോലെ നിഞ്ച ഒരു കാര്യം, നിന്റെ സൈഡിൽ നിന്ന് അപ്പാർട്ട് ഫ്രം ഈ RP ഒക്കെ അല്ലാതെ ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡൊക്കെ ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവരെ നിനക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുമെങ്കിൽ അതിന്റെയൊക്കെ തത്സമയമായിട്ട് അവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യണം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. നല്ല താല്പര്യമുണ്ട്. നമ്മളെല്ലാം എന്താ പരിപാടി നാട്ടുകാരെ അറിയല്ലോ. അല്ലല്ല, അങ്ങനല്ല. ഇപ്പൊ ഷൗട്ടെക്സ് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമല്ലോ, ഇന്നതുപോലെ ഇന്നതാ ചെയ്തേ, അതാണ് ചെയ്തേ. മീൻസ് ഹെലികോപ്റ്റർ മറ്റേ അനിമേഷൻ ഒക്കെ അതെല്ലാം നിഞ്ചേ ചെയ്തേ. ഈ നമ്മള് കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേക്ക് ചെയ്ത എല്ലാ പരിപാടിയും അവനാ ചെയ്തേക്കുന്നേ. ആ സാധനങ്ങളൊക്കെ ഇവന്റെ തലേന്ന് വന്ന സാധനങ്ങളാണ് അതൊക്കെ. എന്തായാലും എടാ ഓക്കെടാ. രായനുണ്ട്. പറ. അല്ല രായനുണ്ട്. ഓ അങ്ങനല്ല, രായനും ഉണ്ടെന്നാണ് കേട്ടോ. ഞാൻ എന്തോ കേട്ടത് അറിയോ? ഞാൻ കേട്ടത് ഒരാഗ്രഹം ഉണ്ടെന്ന്. അയ്യോ അങ്ങനെയല്ല. കേക്കത്തോണ്ട് ഞാൻ എടുത്ത് പറഞ്ഞ നീ മാത്രം കേൾക്കുന്നുണ്ട്. വെൽക്കം ടു ടിവി. ഫുഡ് കഴിച്ചോളാ. ഇവിടെ ടിവിയെ കയറിയതിനു ശേഷമുള്ള ഫീൽ എങ്ങനെയുണ്ട് സാലിന്? അത് പറയാൻ പറ്റാത്ത അവസ്ഥ നിൽക്കുന്നുണ്ട്. അതല്ലേ ടാസ്ക് എന്ന് പറയും. പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓ അങ്ങനെ. അപ്പൊ സ്റ്റാലിനെ എത്ര കാലത്തെ ആഗ്രഹമാണ് ഇന്ന് നിനക്ക് ഇവിടെ സഫലമായത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് അങ്ങനെ എനിക്ക് അവരെയും ഇതാക്കിയിട്ടൊന്നും എനിക്ക് ഇവിടെയും വേണം അവരെയും വേണം എന്ന് പറയുമ്പോ എല്ലാരെയും ഞാൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ ആ രീതിക്ക് എന്റെ ഒപ്പം കണ്ടിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇവിടെയും പ്രയോറിറ്റി ഉള്ള ഗ്യാങ്ങാണ്. എന്ത് പറഞ്ഞാലും ഞാൻ കളിക്കാൻ വന്ന സമയത്ത് ഈ ഗ്യാങ് കണ്ടിട്ടാണ് കളിക്കാൻ കയറിയത്. അപ്പൊ എന്തൊക്കെ വന്നാലും ആ ഒരു സ്റ്റെപ്പ് എനിക്ക് ഈ ഗ്യാങ്ങിനോടുണ്ട്. ഞാൻ എന്നിട്ട് അതിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പോയി സംസാരിച്ചില്ല. അന്നും പറഞ്ഞു ചോദിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വാസന്റെ അടുത്ത് സംസാരിക്കണം.
ശരി സാർ രണ്ടാമതേ എങ്കിൽ പിന്നെ ഞാൻ അതിനോട് പറഞ്ഞില്ല അതാ ടെൻഷൻ സംസാരിക്കാൻ കിട്ടും റിലാക്സ് ചെയ്യൂ ഇത് സാധാരണ ഒരു മനുഷ്യനാണോ നിന്റെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടല്ലേ തൊട്ട് നോക്കിയാ വേണമെങ്കിൽ ഹഗ് ചെയ്തോളയാ നിഞ്ചയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ അപ്പാർട്ട് ഫ്രം വെടിയൊക്കെ അല്ലാതെ സംസാരം അല്ലാതെ ഇവനും ഈ പറഞ്ഞ പോലെ കാറ് നമ്മുടെ വണ്ടി വെഹിക്കിൾസ് എല്ലാം പണിയാനും ഡെവലപ്മെന്റ് സ്കിൽസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള അപ്പോൾ സ്റ്റാലിനും അങ്ങനെ ഒരു ഇതുണ്ട്. സോ അതും അവൻ സ്ട്രീമൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കൂലേ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ ലൈവ് ഇട്ട് ഹൈഡ് റിവീൽ ചെയ്യരുത്. അപ്പം സ്റ്റാലിനെ നേരത്തെ എല്ലാവർക്കും വൈ ടി വിയിൽ വേണമെന്നില്ല, അവൻ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു തോന്നല്ലേ വാസുവിനെ? അതെ അതെ അതെ. എങ്കിൽ പിന്നെ സ്റ്റാലിനെ നിനക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ തന്നെ നിനക്ക് അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും പറയുക. പേര് പറയണം. ഇഷ്ടമുള്ളത് RP അങ്ങനെയാണ്. നിനക്ക് വെളിയിൽ നിന്ന് ഗ്യാങ് കാണുമ്പോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആൾ ആരായിട്ടാ തോന്നിയത് എന്നുള്ള കാര്യം പറയാം, ഇഷ്ടമല്ലാത്ത ഒരാളെയും പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് രായണ്ണൻ. പിന്നെ RP വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോബിന്റെ RP ആണ്. ഇത് പറഞ്ഞ് സെറ്റ് ചെയ്തല്ലേ നീ ഇത്? അല്ലല്ല ഇവന് അപ്പൊ ശ്രദ്ധിച്ചായിരുന്നാ ഇവന് പെട്ടെന്ന് സ്റ്റാലിനെ വിളിക്കണം കുറച്ചു നേരമായിട്ട് ഇവൻ പറയുന്നുണ്ട് കേട്ടാ. ബോബിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം കോസ്പ്ലേ. 2022 ലാസ്റ്റ് ലൈവ് കാണുന്നേ. ഇതാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ഇഷ്ടമല്ലാത്ത അപ്പാപ്പനൊക്കെ പറയും. എന്റെ പേരൊന്നും പറഞ്ഞില്ല മോനെ. ഞാൻ ഓപ്പണായിട്ട് പറയാണെങ്കിൽ അന്ന് മറ്റേ അന്നൊരു കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ട് എന്താ പറ്റും സെറ്റാണ് ശങ്കാണ്. ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞു കേട്ടോ. എന്തൊരു ജന്മോടാ അമ്പത്തേന്. എന്തൊരു ജന്മോടാ. ഒമ്പളല്ല കണ്ണാപ്പിയുടെ ഉള്ള ഒരാളെ അല്ലല്ല അത്ര ആലോചിച്ചാൽ മതി. കണ്ണാപ്പിയുടെ മുകളിൽ ഒരാളെ ഹേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രശ്നമാണത്. അത്ര അഴിക്കില്ല അപ്പത്തിന്. അതെ സത്യം, അഴുക്ക ചെറുക്കൻ. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഫിക്സ് ആവും ആക്കണം കേട്ടോ സ്റ്റാലിനെ. ഇവരല്ലേ വാസവനെ ചങ്ക് ബഡീസ്. ഓക്കെ അപ്പൊ സെറ്റടാ. ത്രൂ ഔട്ട് നമ്മളോട് ഉണ്ടാവണം എല്ലാത്തിനും. തീർച്ചയായും ബ്രോ ബിൽഡിംഗ് ഗ്യാങ് ത്രൂ ഡിസ്ട്രോയിങ് അനദർ ഗ്യാങ്. വേറെ ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്ത? അല്ല ഏത് ഗ്യാങ് ഡിസ്ട്രോയ് ചെയ്യുന്നൊന്ന് പറ. അവന്റെ സ്വന്തം ഗ്യാങ് നിർത്തിയ ഒരു കളിയില്ലാതെ നിർത്തിപ്പോയ ആൾക്കാരാ. പിന്നെ ഞാൻ ഒരു കാര്യം 100% കോൺഫിഡൻസിൽ പറയാം, ഇവരെല്ലാവരും റിക്രൂട്ട്മെന്റ്സ് TV-യിൽ കളിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് എന്നെ നേരിട്ട് വന്ന് കണ്ടവര്. നിന്റെയൊക്കെ കരച്ചില് ഭയങ്കര വല്ലാത്ത കരച്ചില. ഇവരെല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് TV-ക്കകത്ത് കളിക്കണം. ഒരാളെ പോലും ഞാൻ വിളിച്ചിറക്കിയിട്ടില്ല ഒരിടത്തുനിന്നും. KVA-ക്കാർ നിഞ്ചയോട് പറഞ്ഞൊരു കാര്യമാണ്, എടാ നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അവൻ അവിടെ കളിക്കുന്ന പ്ലെയർ അല്ല. നിനക്കൊക്കെ എന്താ ബുദ്ധിയില്ലേ? KVA കളിച്ചുകൊണ്ടിരിക്കുന്ന ലൈനപ്പിലുള്ള പ്ലെയർ അല്ല. അപ്പൊ എടാ ഗ്യാങ് വണ്ടി അപ്ഡേറ്റ് എന്തെങ്കിലും, ഗ്യാങ് വണ്ടിയെ പറ്റി എന്തെങ്കിലും 2 വാക്ക് കൂടെ പറ, എല്ലാരും ചോദിക്കണം. ഹൈനയാണോ? ഹൈന എനിക്ക് കൊളീഷനും കാര്യങ്ങളും എല്ലാം തീർന്നെന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡിസൈൻ ഒരെണ്ണം ചെയ്ത് ഇറക്കുമ്പോ എനിക്ക് പക്ക തൃപ്തിയായിട്ട് മാക്സിമം ഔട്ട് ഇട്ടിട്ട് ഇറക്കത്തുള്ളൂ. അതിന്റെ ഒരു ചെറിയ ഡിലേ മാത്രം. മതി. അതുവരെ നീ എന്തിട്ട് ഓടിക്കും? അതാ ഇറങ്ങുമ്പോ അത് റൈറ്റ് ആയിരിക്കും.
അത്രേ ഉള്ളൂ അത്രേ ഉള്ളു. അപ്പൊ ശരിടാ, അപ്പൊ പോയിരുന്നു. ഓക്സി ഇങ്ങോട്ട് വാളിയാ നിന്നോട് വേറെ ചോദ്യം വൈറ്റ് ടി ഒന്നും ചോദിക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടുപേർക്ക് പറയാം. ഇവിടെ എല്ലാവരും സൈലന്റ് അവിടെ. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടുന്ന് മാറിക്കേണ്ടി വന്നു. ഇപ്പൊ തിരിച്ചു വരാൻ പറ്റിയില് ഹാപ്പിയാണ്. വാസുണ്ണനായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തതിന് ഹാപ്പിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല. നിനക്ക് വേറെ ആരുടെ എന്തെങ്കിലും താങ്ക് യു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു വാസു. വാസുവ പോലും പ്രതീക്ഷിച്ചില്ല. സത്യം ആദ്യമായിട്ടോ ഒരാള് പറഞ്ഞു തന്നെയാണോ? കിട്ടി. അളയാ ഓക്സി എടാ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് നിനക്ക് പരിചയമുണ്ടോ മുന്നേ? പിന്നെ എന്റെ കൂടെ പരിചയ തീ പഠിച്ചവല്ലാന്ന് പറയട്ടെ ഇപ്പം. എടാ, അപ്പൊ നന്നായിട്ട് ഒരു വെൽക്കം കൊടുക്കട്ടെ അവന്. അപ്പൊ വെൽക്കം. നന്നായിട്ട് പോട്ടെ. കഴിഞ്ഞോട്ടത്തെ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ട, അതൊക്കെ മറന്നേര്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അപ്പൊ താക്കില് വീട് അതെ കൂടെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് സെനറി ആയിട്ട് നമ്മൾ ആ യൂണിവേഴ്സിൽ മാച്ച്. എന്താ ഫേവറിറ്റിസം പാടില്ലേ? അതല്ല അപ്പം ചോദിച്ചു. ഹൗ ഡു യു ഫീൽ? അതായത് കേറിയ ആ ഒരു ഫീൽ ഒക്കെ ഉണ്ട്. നിനക്ക് ഓൾറെഡി അറിയാലോ. എനിക്ക് ഓൾറെഡി അറിയാം. രണ്ടാമത്തെ കൊള്ളാം, പണ്ടത്തിനെക്കാട്ടും കൊള്ളാം. നിന്റെ സൗണ്ട് മാറിയതാണ് എല്ലാരും പറയണേ ഇവിടെ. എല്ലാരും എന്റെ തൊണ്ടക്ക് ചെറിയ വ്യത്യാസമുണ്ട്. വേറെ തൊണ്ടയെന്ന്. അല്ലടാ നിന്റെ ശബ്ദം മാറിയത്. നിന്നെ നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് ശബ്ദം ഭയങ്കരമായിട്ട് മാറി നിന്റെ. കൊച്ചു പയ്യൻ നല്ല 1.5 വർഷം 1.5 വർഷമായോ? 1.5 വർഷം ജയിലിലായിരുന്നു. 1.5 വർഷമൊന്നും ആയില്ല. 1 വർഷം ആയിട്ടുള്ളൂ. 1 വർഷം എന്തോ ആയിട്ടുള്ളൂ. 1.5 ഒന്നും ആയില്ല. കറക്റ്റ് കണക്കറിയാം. പിന്നെ നമ്മളെല്ലാം അവൈലബിൾ അല്ലായിരുന്നു. ഒരു വർഷം കഴിഞ്ഞു. ഓക്സി, അപ്പൊ എല്ലാവരോടും ചോദിച്ചതുപോലെ നിനക്ക് ഈ ഗ്യാങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ പേരും അതേപോലെ അരോചകം ആണ് എന്ന് തോന്നിയ ഒരു വ്യക്തിയുടെ പേരും. എല്ലാരും ചൂടിയാ മൊത്തത്തിൽ. കൊണ്ടുവന്നപ്പോഴേ സെറ്റ് ചെയ്തേണ്. ഇറ്റാച്ചിയുടെ തരിപ്പത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തൊക്കെ ഗ്യാങ്ങുകളല്ല, തൈപ്പൻസ്, പിടിയൻസ്. അപ്പൊ അത്ര ഓക്സി വെൽക്കം. ബാക്കി നമുക്ക് മറ്റേ സിറ്റിയിൽ കസറ. 3 റിക്രൂട്ട്മെന്റ് ഒരുമിച്ചെടുത്തതല്ലേ? എങ്കിൽ പിന്നെ 3 പേരെയും കൊണ്ട് നമുക്ക് ഒരു ഗാനമായാലും. അത്യാവശ്യമുണ്ട്, ഭയങ്കര അത്യാവശ്യമാണ്. ഇറങ്ങാൻ നിക്കരുത്. അടിച്ചു വെച്ചേക്കുന്നു. തിരിച്ചടിച്ചാ മതി. ഇന്ന് ജോലിക്ക് പോയതിനെ പിടിച്ചു നിർത്തി കൊണ്ടുവന്നതാണ്. ഇന്ന് സ്റ്റാലിനെ ലീവ് എടുപ്പിച്ചു കൊണ്ടുവന്ന സ്റ്റാലിനെ. ഇന്ന് അവന് നൈറ്റ് പണിയായിരുന്നു. നൈറ്റ് ഡ്യൂട്ടി. ശമ്പളം ഞാൻ തരാം. പോയോ അവരോടിയോ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലാതെ റാഗിയാ ഇന്ന് വിട്ടേരെ പയ്യന്മാരെ. ഇന്ന് തിരക്ക് എന്നേ ഓൾറെഡി വരുന്ന പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും വിളിച്ചു കയറ്റിയതാ.
ആണല്ലേ? അതെ അതെ. മൊറോക്കോ ജയിച്ചേട്ടാ. രാജനെന്തിൽ പറയണ്ട അല്ല എനിക്ക് പറയാനുള്ളത് റെഡി പറഞ്ഞു. ഞാൻ വരുന്നുണ്ട്. അപ്പം സ്റ്റാലിൻ, ഓക്സി, പിന്നെ നിഞ്ച, വെൽക്കം വെൽക്കം. എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് അവർക്ക് ഇവിടെ പുതിയത് കുറെ പേരുണ്ട്, പഴയവരുണ്ട്, എല്ലാവരായിട്ട് സിങ്ക് ആവുക, അതാണ് ഫസ്റ്റ് വേണ്ടത്. നിങ്ങൾ ടൈം എടുത്ത് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാവരായിട്ട് ഒരു കമ്പനിയൊക്കെ ആയിട്ട് നിൽക്കുക. ആരും മാറിയൊന്നും പോയി നിൽക്കരുത്, മനസ്സിലായി? എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നടക്കണം. പിന്നെ നിഞ്ച എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു കയറുന്ന സമയത്ത്, നമ്മൾ ഇനി തൊട്ട് ഓരോ വീക്കില് പറ്റുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന ഒരു പരിപാടിയൊക്കെ സെറ്റ് ചെയ്യും. എല്ലാരും ഞാൻ കണ്ടിട്ട് ടി വി എല്ലാവരും സ്പ്ലിറ്റ് ആയിക്കണം. പക്ഷെ ഇന്ന് മുതൽ ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാരും മനസ്സിലായി, അങ്ങനെ കുറച്ചും കൂടി സിങ്ക് നമ്മളിടയിൽ വരും. നിങ്ങൾ പി ഐ പിക്ക് 6 ദിവസം സ്പെൻഡ് ചെയ്തോ, ആഴ്ചയിൽ 1 ദിവസം ഞങ്ങൾക്ക് തരണം ഇനി തൊട്ട്. ഇനി എല്ലാ വീക്കിലും ഇനി ഒരു ഗ്യാങ് ആർപി ഉണ്ടാവും. ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിഞ്ച നമ്മളിവിടെ കൊണ്ടുവന്നത് പോലും, മനസ്സിലായ? നിങ്ങൾ 6 ദിവസവും നിങ്ങൾ എടുത്തോ, 1 ദിവസം നമുക്ക് വേണം. ആ 1 ദിവസം ഇൻ കേസ് സിറ്റി അന്ന് ഇല്ല, സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ വെളിയിൽ ഒരുമിച്ച് ഒരു പരിപാടി വീക്ക്ലി വൺസ്. ഇനി തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ വീക്കിലും ഉണ്ടാവും, എല്ലാ വീക്കിലും. അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും എല്ലാ വീക്കിലും. ഗൈസ്, അത് ഞാൻ നിങ്ങളോടും പറയുന്ന ഒരു വാക്കാണ്. എല്ലാ ആഴ്ചയിലും എന്റെ ലൈവില് TV ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി എല്ലാ വീക്കിലും ഉണ്ടാവും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ എന്തുണ്ടെങ്കിലും അണ്ണനടുത്ത് പറയാം, പുതിയതായിട്ട് വന്നെടുത്ത് എന്തുണ്ടെങ്കിലും അണ്ണൻ്റെ അടുത്ത് കാര്യം പറയാം. കാരണം ആള് കൂടിയത് കൊണ്ട് ഈ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് എനിക്ക്. അതെ, ടെസ്റ്റർ ബാലം വിളിച്ചായിരുന്നു. പോട്ടെ. ഒരു മിനിറ്റ്. ഉമ്മ എന്ത് പറ്റി ഉമ്മ? ഉമ്മാന്റെ അടുക്ക് പോവാനുണ്ട്. എനിക്ക് ഇപ്പൊ തീരാടോ, 2 മിനിറ്റ്. ജോക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എടാ അതെ, നിങ്ങള് ഈ RP ഫോക്കസ് ചെയ്യണേ, ദൈവത്തെ ഓർത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ അല്ല സിറ്റിക്കകത്ത് അല്ല, മനസ്സിലായി? ആഴ്ച ഇപ്പൊ 3 സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഈ ആഴ്ച 3 എടുക്കാൻ പറ്റി, 3 എടുത്തിട്ടുണ്ട്. സോ അടുത്ത ആഴ്ച ഈ PvP സിറ്റുവേഷൻസ് വേണം, അറിയാം. പക്ഷെ ഈ PvP കളിക്കുന്നവർക്ക് തന്നെ ആഴ്ച ടർഫ് ഉണ്ട്. സോ അതുപോലെ തന്നെ ഗ്യാങ് സിറ്റുവേഷൻസ് എടുക്കുന്നത് പ്രോപ്പർ റീസൺ അല്ലാത്ത പക്ഷം എടുക്കുന്നത് കുറയ്ക്കുക. ആൻഡ് മോർ ഓവർ RPയിൽ ഫോക്കസ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ RP ഫോക്കസ് ചെയ്യുക, ഗ്യാങ്ങിന്റെ ആ ഒരു എന്തുവാന് പറയുന്നത്, ആ ഒരു സാധനം ബിൽഡ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ദൈവത്തെ ഓർത്ത് വള്ളി എന്ന് പറയുന്ന ഒറ്റ മൈൻഡ് സെറ്റ് നടക്കരുത്. എല്ലായിടത്തും കൂടെ പറയുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെടിവെക്കാൻ അറിയുന്ന 35 അവന്മാരുണ്ടെങ്കിൽ അവിടെ 35 അവന്മാർക്ക് RP കളിക്കാനും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൂടെ കഴിഞ്ഞ കുറെ ദിവസം ഞാൻ എല്ലാവന്മാരുടെയും കൂടെ നടന്നതിന്റെ ബേസിസിൽ പറയുക. ഇവിടെ ഉള്ള എല്ലാവന്മാർക്കും RP കളിക്കാനും അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, എല്ലാം അറിയാം. കപ്പിൾ RP ചെയ്യുന്ന സാധനം അത് നിങ്ങൾ ചെയ്തോ, അത് രാത്രി എപ്പോഴാന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ നമ്മളൊരു പീക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 7 to ഒരു 11-12 ഉണ്ടല്ലോ, ആ ഒരു ടൈമില് മാക്സിമം ഗ്യാങ് RPയും കൂട്ടത്തോടുള്ള RPയും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാധനം നമ്മൾ സൈഡ് ലൈൻ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് എന്തൊരു പറയുന്നത്, മറ്റേ PvP സ്ഥാനത്തിലോട്ട് ചെയ്യാതെ നിങ്ങൾ ടർഫ് ആഴ്ച അടിക്കാനുണ്ട്. അതുപോലെ തന്നെ വാറ് പ്രോപ്പർ റീസൺസ് അല്ലാത്ത ഒരു വാറും നോ പറഞ്ഞാൽ അത് നോ ആയിരിക്കും. ദൈവത്തെ ഓർത്തിട്ട് വെളിയിൽ പോയി അത് ചോദിക്കാം, അത് ഇതാക്കാം, നാളെ സംസാരിക്കാം, പിന്നെ നാളെ അടിക്കാം എന്ന് പറയുമ്പം അത് നാളെ മാനിഫെസ്റ്റ് ചെയ്തൊരു സാധനം വിറ്റ്നസ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഈ മുട്ടിക്കൊണ്ടിരിക്കരുത്. അതായത് ചൂട് ഇപ്പൊ ചൂട് പോവണ്ണ, ചൂട് പോത്തില്ലെണ്ണ, നാളെ ചൂട് കാണത്തില്ലെണ്ണ, അത് നാളെ ചൂട് കാണത്തില്ല നിനക്കൊന്നും. ദൈവത്തെ ഓർത്ത് നാളത്തേക്ക് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്കാണത്. പിന്നെ ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി വിടുക. ആൻഡ് മോർ ഓവർ ഈ RP കംപ്ലീറ്റ്ലി നമ്മൾ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. അത് സൈഡ് ലൈൻ ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര എവിഡന്റ് ആണ്. ദൈവത്തെ ഓർത്ത് എല്ലാവന്മാരും നിങ്ങൾ വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവന്മാർക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. ഈ വെടിവൊക്കെ എടുത്തവന്മാർ പോലും ഇപ്പൊ വെടിവെക്കുന്നതിനേക്കാളിലും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഇറ്റാച്ചി ആയിക്കോട്ടെ, ജുഗുരു ആയിക്കോട്ടെ, ജൂഡായിക്കോട്ടെ, ഏവൽ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. സോ കംപ്ലീറ്റ്ലി RP ബോബെ നീ അപ്പം RP കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആ ഒരു സാധനമാണ് നമുക്ക് മിസ് ആയിക്കൊണ്ടിരിക്കുന്നത്. PvP നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി PvP പ്രൂവ് ചെയ്യാനൊന്നുമില്ല.
PvP പ്രൂവ് ചെയ്യാനല്ല. കാരണം ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനത്ത് ഇനി ആരെങ്കിലും വന്ന് അടിക്കണം. ആരെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡൗൺ ആയിട്ട് പിന്നെയും തിരിച്ചു കയറി വരാം. പക്ഷെ അതിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അലക്സിന്റെ പാട്ട് കേൾക്കണോ? പാടിക്കാം. RP ഫോക്കസ് ചെയ്യുക. റിക്വസ്റ്റ് ആണ്. കഴിവുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ആൾക്കാർക്ക് അത് കാണാൻ ഒത്തിരി താല്പര്യമുള്ള ആൾക്കാരുണ്ട്. PvP ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂടെ ഇതാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എടാ അപ്പൊ എന്താ അലക്സിന്റെ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അലക്സ് ഫ്രണ്ടിലോട്ട് വരണം. 2 അലക്സേ പോരാ എണീക്ക്. അലക്സ ഒരു മെലഡി പിടിയടാ. അലക്സേ അല്ലല്ല അലക്സ് കത്തിയൊന്നും പോയിട്ടില്ല. എണ്ണീറ്റ് ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. ഈ കൂട്ടത്തിൽ ആളെ മനസ്സിലാവുന്നില്ലെന്നാണ് തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് പിൻപോയിന്റ് ചെയ്ത് തരാം. കറക്റ്റ് ആയിട്ട് ഞാൻ വന്ന് പിക്ക് ചെയ്യാം അലക്സിനെ. ഇതായിട്ടിരിക്കുന്നു. അടാ കല്യാണി പാടിയ പുതിയ ശ്രേയ ഘോഷാലിന്റെ പ്രശ്നം കള്ളത്തരാണ് ഫുഡ് വെറുതെ ഇരിക്കുന്നു. ഫുഡ് വായിക്കൂടെ ഫുഡ് ചവച്ച് ഇറക്കിയിട്ട് അങ്ങ് പാടിയാ മതി. വാ പെട്ടെന്നാട്ടെ. വെള്ളം കഴിച്ചിട്ട് പാട്. എടാ കല്യാണിന്റെ അവിടെ പോയി പാടണേ. അവിടെ പോയി പാടണേ അലക്സേ. നിനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പെട്ടെന്ന് പാടിക്കോ. കല്യാണി പാടാളിയാ. കല്യാണി പാട്. അണ്ണാ ലൈനപ്പ് ഇടുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എടാ മറ്റേ ലൈനപ്പ് ഒക്കെ ഇടുന്ന ആപ്പ് ഉണ്ടല്ലോടാ, മറ്റേ ഒരു വെബ്സൈറ്റ്. അതൊന്ന് എനിക്ക് അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തന്നേ. അത് ആരുടെ കയ്യിലുണ്ടോ ഇവിടെ? അത് ഏബിൾ ഇവിടെ ഇല്ല. കത്തിപ്പോന്ന് എഴുതി വെച്ചേക്കുന്നത്. അലക്സ ഡിലേ ആവണം പെട്ടെന്ന്. തിന്നേക്കാ മതി. അതെ ഈ റേഡിയോയിൽ പാടിയാ കട്ടാവും. നേരെ പഠിക്കാം. സൈലന്റ്. നീ എവിടെ ബോബെ? ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. അടിപൊളിയടാ, ഒരു രക്ഷയില്ല. കിടിലം. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. വന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പൊ മീറ്റിംഗ് ഡിസ്പോസ്. ബൈ. ഇല്ല ജോക്കി വാ വെളിയിലോട്ട് വാ ജോക്കി. ഞാൻ അപ്പുറത്തെ സിറ്റിയിലോട്ട് കേറണം എനിക്കൊന്ന്. ഞാൻ കേറുവാ. വാ ജോക്കി ഇങ്ങോട്ട് വാ. അണ്ണ അയച്ചിട്ടുണ്ട് ലിങ്ക്. സിറ്റിയിൽ കേറാ. സിറ്റി കേറിട്ടോ. ഹലോ പറടാ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഇതിപ്പോ ചാറ്റ കണ്ടിരുന്നപ്പോ കേവാണ് ഇതൊക്കെ. പക്ഷെ ഞാൻ കേവെന്ന് പറഞ്ഞിട്ട് 6 മാസമായി. അതെ. അല്ലാണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി വന്നൊന്നുമില്ല. ഓൾറെഡി ഒരു പ്രൊജക്ടിന് വേണ്ടി ഞാൻ ബ്രേക്ക് എടുത്താണ് കേവ്. എടാ അതെ, നമ്മളൊരു സാധനം നല്ലതായിട്ട് കൊണ്ടുപോകുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും തന്തേലാഴി പറയണമല്ലോ. അതെ. പിന്നെ ഒരു കാര്യം കേട്ട് കേവിയ ഡൗൺ ഇതായിന്നൊക്കെ. കേവിയ ഒരു ഡൗൺ ആയിട്ടില്ല. ഇപ്പൊ പ്ലേസ് ഉണ്ട്. കുറച്ചുപേർ ഇറങ്ങി പോയി വെച്ചിട്ട് കേവി ഒരിക്കലും ഡൗൺ ആവില്ല. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെടാ സെറ്റ്. നീ അത് അതിലൊക്കെ ഉണ്ട്. അത് നിന്റെ അതിപ്പോ വരും. ഒന്നും അറിയാത്ത ഇവിടെ സിറ്റിയിൽ ഗ്യാങ് പോലും ആവാത്ത ആൾക്കാരുണ്ട്. അവരുടെ ഫാൻ ബോയ്സ് ഒക്കെ ചിലപ്പോ വന്ന് കാര്യമൊക്കെ ഉണ്ട്. ഓക്കെ, സീനില്ല. ജോക്കി പറ. ഇതാരാ? ഞാൻ പത്രം ഞാൻ കാര്യം പറയട്ടെ. പറ ജോക്കി. ഈ സാനിയ ആര്? അത് ഞാൻ കഴിഞ്ഞ ദിവസം ജോക്കിയോട് ചോദിച്ചപ്പോഴേ പറഞ്ഞില്ലേ, കല്യാണിക്കകത്ത് അഭിനയിച്ച സാനിയ അയ്യപ്പൻ, അല്ലാതെ വേറെ ഒരു സാനിയ എനിക്ക് അറിഞ്ഞൂടാ. അറിയാം ജോക്കി, അറിയാം. മറ്റേ നിരന്തരമായി മെസ്സേജ് നീ ലാസ്റ്റ് അതല്ല, മറ്റേ ടെന്നീസ് ഒക്കെ കളിക്കുന്ന സാനിയ മിർസയില്ലേ, പുള്ളിക്കാരി എനിക്കറിയാം. വേറൊരു സാനിയെ എനിക്കറിഞ്ഞുകൂടാ ജോക്കി, എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരാളുടെ കാര്യം പെട്ടാ, നീ ഒന്ന് ഫോൺ എടുത്തേ. ഫോൺ എടുത്തു. സാനിയാണൊന്ന് അടിച്ചേ. സാനിയ ഇല്ല, അങ്ങനെ കോണ്ടാക്ട് പോലും ഇല്ല. അങ്ങനെ ഒരു
അല്ല ഇവിടെ നമ്പറെല്ലാം കാണിക്കും, റെസ്റ്റോറൻറ്റിലെ നമ്പറെല്ലാം കാണിക്കും. എസിനകത്ത് എനിക്ക് ഒറ്റ പേരേ ഉള്ളൂ, ഷമീർ MRC. ഡിലീറ്റ് ചെയ്തൂടെ? പുള്ളിയാണ് വിളിച്ചാൽ കിട്ടുകയേ ഇല്ല ഒരിക്കലും. ഞാനൊരു കാര്യം പറയട്ടെടാ, ആ കുട്ടി എനിക്ക് എസിൽ എന്റെ എവിടെ വേണം നോക്കാം, എങ്ങനെ ഒരു പേരേ ഇല്ല എനിക്ക്. നീ മെസ്സേജ് ഒന്ന് എടുത്തേ, മെസ്സേജ് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ജോക്കി. ഇതിനകത്ത് കുറെ പേര് ട്രൈങ് ടു കോൾ യു എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കോണ്ടാക്ടിൽ അങ്ങനെ ഒരാളുടെ പേര് സേവ് ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഷമീർ ലാസ്റ്റ് ഫ്രീ ആയോ എന്ന് ചോദിച്ചൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് എസ്സിൽ, അല്ലാതെ വേറെ ആരും ഒന്നും അയച്ചിട്ടില്ല എസ്സിൽ. ശരി ഒന്ന് പറഞ്ഞായിരുന്നേ. ഈ ടിവിയിലാണ് പറഞ്ഞപ്പോ ആ കുട്ടി എന്ന് പറഞ്ഞു വാസു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നോ, അത് നീ മെസ്സേജ് അയക്കാറുണ്ടെന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ പറ്റി അറിഞ്ഞേ ഇവിടെ ജോക്കി. എനിക്ക് അറിയത്തില്ലടാ, നീ അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ജോക്കി ഇത് എങ്ങനെ മാറ്റി എന്നെ വെറുതെ ചോദിക്കുമ്പോ ആൾക്കാർക്ക് ഒരു ഇതാവൂലേ, വിഷമാവൂലേ? പിന്നെ പക്ഷെ ഈ പടം എനിക്ക് ലോഡ് ആവുന്നില്ലടാ. LX2 അല്ലാതെ അയച്ചോ. എനിക്കിത് ഭയങ്കര ലോ റെസൊല്യൂഷൻ അല്ല. ജോക്കി അപ്പുറത്തെ സീറ്റിലോട്ട് വരുന്നുണ്ടോ ജോക്കി? ഹലോ, അപ്പുറത്തെ സീറ്റിൽ കയറാൻ പറ്റുന്നുണ്ടോ? നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ. സോ ഗൈസ്, നമുക്ക് കുറച്ചു നേരം സിറ്റി കയറിയിട്ട് പോയാലോ? ഓക്കെ അല്ലേ? സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ റിക്രൂട്ട്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അല്ലാതെ വേറെ ഇനി ഞാൻ ആരെ കൊണ്ടുവരണ്ട? എന്തിനാണ് കൊണ്ടുവരണേ? ഞാനിപ്പോ ഇനി സത്യം പറഞ്ഞ ഞാൻ എന്തിനാ കൊണ്ടുവരണേ? ഇനി ആരെ കൊണ്ടുവരണ്ട. ഇപ്പൊ വന്ന ആൾക്കാരെല്ലാം ലൈക്ക് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, അവർക്കൊരു ചാൻസ്, അവർക്കൊരു അത് അത്രേ ഉള്ളൂ. വേറെ ഒന്നിനും കൊണ്ടുവരണ്ട ഇനി. ആൻഡ് ഈ ഒരു ദിവസം ഞാൻ സത്യം പറയാം ഗൈസ്, ഈ ഒരു ദിവസം എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച കുറെ ഓഡിയൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം അവരെന്നെ കണ്ടൊരു ഡേ ഉണ്ട്. അതായത് ഒന്നും പറ്റാതെ പോയ ഒരു ഡേയിൽ എന്നെ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നിർത്തിപ്പോണം, ഇതെല്ലാം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒക്കെ എഴുതി മെസ്സേജ് അയച്ച കുറച്ച് പേരുണ്ട്. അവരുടെയൊക്കെ ഈ റീസെന്റ് മെസ്സേജ് കാണുമ്പോഴാണ് ഞാൻ അവരെ അന്ന് ഇങ്ങനെ അയച്ചിട്ടല്ലോ എന്ന് പോലും ഞാൻ ഈ ഇടയ്ക്ക് പലതും കണ്ടത്, മനസ്സിലായോ? സോ ഇതിവിടെ ഇങ്ങനത്തെ ഒരു ലെവലിൽ എത്തിക്കാൻ പറ്റിയതിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കാണുന്നല്ലേ ഗൈസ് ചുറ്റുപാടും. ഞാൻ ഇപ്പോഴും പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ, ഞാനിത് അഹങ്കാരത്തിൽ പറയണതല്ല. നിങ്ങൾ ചുറ്റുപാട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കാണുന്ന ഒരു കാര്യമില്ലേ, ഒരു ഗ്യാങ് ഒരു 2-3 മാസം ഓടിക്കാൻ പെടുന്ന പാട്. അത് നിങ്ങൾ ഈ സ്ട്രീമർ ഗ്യാങ് മാത്രമൊന്നും നോക്കണ്ട, ഓവറോൾ മൊത്തത്തിലെടുത്തോ. ഒരു ഗ്യാങ് മര്യാദയ്ക്ക് ഒരു സിറ്റിയിൽ ഒരു വർഷം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗിൾ പേരിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇപ്പോൾ എല്ലാവർക്കും. ഇപ്പം അങ്ങനെ ഒരു ഗ്യാങ്ങിന് ആരും ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി അങ്ങനെ ഒരു ഗ്യാങ്ങായിട്ട് വരണില്ല. എല്ലാവരും ഒരു 3 മാസത്തിൽ അടിച്ചു പിരിയുന്ന ഗ്യാങ്ങുകളെ വെച്ചിട്ട് നമ്മൾ TV ഇതായിട്ട് കമ്പയർ ചെയ്യുന്നത് കേൾക്കുന്നത് പോലും എനിക്കത് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല ഒന്നത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ സിറ്റിയിൽ അപ്പാർട്ട് ഫ്രം ദ സ്ട്രീമർ ഗ്യാങ് നിങ്ങൾ സിറ്റിയിൽ ഈ അല്ലാതെ കണ്ടുകൂട്ടി കൂട്ടുന്ന ഗ്യാങ്ങുകളാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റണില്ല, മനസ്സിലായി? ഇത് അപ്പാർട്ട് ഫ്രം ഈ ഗെയിം ഇതിന് വെളി വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അധികം തിരിച്ചറിഞ്ഞത് കുറച്ച് ലേറ്റായിട്ടാണ്. TV തുടങ്ങിയ ഒരു 3-4 വർഷമൊന്നും എനിക്ക് അതുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ മിസ് ഔട്ട് ചെയ്തു എന്ന് മനസ്സിലായത് ഇതിനകത്തൊരു സ്പ്ലിറ്റ് വന്നപ്പോഴാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു ഡിഫക്റ്റ് പറ്റുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പം പലപ്പോഴും ശരിയാ, ഞാൻ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിന്നിട്ടില്ല. ഞാനും പറയണത് പോലെ അവരെക്കാൾ വലിയ പ്രശ്നത്തിൽ ഞാനിരിക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ, അങ്ങനെ കുറേ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് റീബിൽഡിന് ശേഷം സംഭവിക്കരുത് എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് എന്നെ ഓൺലൈനിൽ അധികം കണ്ടില്ലെങ്കിലും ഈ ഗ്യാങ്ങിൽ ഇപ്പം ത്രൂ ഔട്ട് ഒരു വാർ നടന്നാലും ടർഫ് നടന്നാലും എന്ത് നടന്നാലും നീലനൊക്കെ കംപ്ലീറ്റ്ലി റൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഉള്ള. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു വാർ നടന്നാലും പ്രീ വാർ നടന്നാലും അല്ലെങ്കിൽ ടർഫ് നടന്നാലും ഞാൻ അവൈലബിൾ അല്ലെങ്കിൽ എന്നെ വിളിക്കും.
എന്ന് പറഞ്ഞാൽ ചേട്ടാ ഇതിട് ലൈനപ്പ് ഇട്, ഇത് ചെയ്യും, സെലക്ട് ചെയ്താൽ മതി, അങ്ങനെ കളിക്കാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത് കുറച്ച് പാടുപെട്ടിട്ടാണ്. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് തുറന്നു പറയുക. അത് ആ എഫേർട്ട് ഇടാനുള്ള കാരണം ഇങ്ങനെ കുറേ ഇൻസിഡൻസ് നടന്നുപോയി. ഈ പോയ ആൾക്കാർ തിരിച്ചു വന്ന് എന്നോട്, അതായത് ഞാൻ ഈ പോയ സമയത്തെ കേസ്, ഞാൻ ഇവിടുന്ന് ഈ ഗ്യാങ്ങിൽ നിന്ന് ഇവർ പോയ സമയത്ത് ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ഒരു ഉപദ്രവം ചെയ്യാത്ത ഇവന്മാരെന്തിനായിരിക്കും പോയെന്ന്. ഞാൻ അന്ന് സ്നൈപ്പിനോട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്നൈപ്പിനോട്, രായനോട്, മാഡിയോട്, സാവേജിനോട്, ഞങ്ങൾ 4 പേരോട് ഒരുമിച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, എടാ ഇതൊക്കെ ചിലപ്പോൾ പ്രായത്തിൻ്റെ മിസ്റ്റേക്കുകളായിരിക്കും, ഇവർ ചിലപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു സമയമാകുമ്പോൾ ഇവർക്ക് ഇതൊക്കെ തിരിച്ചറിയും. നമ്മളൊന്നും പറയണ്ട, നമ്മളൊന്നും പറയാൻ പോകണ്ട, നിങ്ങൾ അത് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു മെമ്പേഴ്സിനെ പോലും ഗ്രൂപ്പായിട്ട് വന്നിരുന്ന് ഇവരിറങ്ങിയ സമയത്ത് അപരാധിക്കാൻ സമ്മതിക്കാനിരുന്നതിൻ്റെ കാരണം അതാ. മേ ബി ചിലപ്പോൾ ഞാൻ നാളെ പറയാനുള്ളത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ചിലപ്പോൾ സോൾവ് ആയി പോയേനെ. അന്ന് എൻ്റെ കൂടെ ഇരുന്ന് അപരാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഓരോരുത്തർക്കും ഇത് പ്രശ്നമായി മുമ്പോട്ട് പോയേനെ. അതെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു സമയം വരും, ഇവർ വരുന്ന സമയത്ത് ഇതാക്കും. ടി വിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ ഒരു 4 പ്ലേയേഴ്സ്, ഞാൻ പറയാം 1 2 3 4 5 പേരൊഴിച്ച് ബാക്കി മൊത്തം പേരും എന്നോട് വന്ന് സോറിയും പറഞ്ഞു, എന്നോട് വന്ന് അവരുടെ ആ റിഗ്രറ്റ് എന്നോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറ്റമൊന്നും ആരുടെ കുറ്റമായിട്ട് ഞാൻ പറയണില്ല. ഉണ്ടായിരുന്ന പ്രശ്നം ഞങ്ങളുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ എനിക്കിപ്പോഴും ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അത് കുറച്ച് ശോകം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കുറച്ച് ശോകമാണ്, ലൈക്ക് അത് കുറച്ച് ഇതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ എപ്പാർട്ട് ഫ്രം ഈ പേഴ്സണൽ ഇഷ്യൂസ്, ഈ ഗ്യാങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പം കുറേ കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോയി കൂടെ ഇതിനകത്ത് നിന്ന ആൾക്കാർ, മനസ്സിലായോ? അതാണ് സംഭവിച്ചത് ടി വിക്കകത്ത്. ദാറ്റ്സ് ഇറ്റ്. അന്ന് മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്. മേ ബി ഞാൻ ഇപ്പോഴും പറയാറുണ്ട്. എന്നാലും എൻ്റെ ഒരു പ്ലാനിൽ, അല്ലെങ്കിൽ ഞാനായാലും ഡ്രീമർ ആണെങ്കിലും, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എൻ്റെ കയ്യിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി മുന്നോട്ട് ആൾ വന്നാൽ നമുക്ക് പാടാണ്. ഡ്രീമർ ഓൾറെഡി അതിനോട് പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അവൻ പറയണതും ശരിയാണ്. മേ ബി ചിലപ്പം ഇത് നമ്മുടെ ഇനിയുള്ള ഒരു റിക്രൂട്ട്മെൻറ്റൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയൊരു റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് വെച്ചതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് നിങ്ങളോടൊരു പ്രത്യേക താങ്ക് യു പറയുകയാണ്. ആ ഡൗൺ ടൈമിൽ ഞാൻ പലവട്ടവും കണ്ടിട്ടുണ്ട്, പല ഗ്യാങ്ങിൻ്റെയും ഡൗൺ ടൈം വരുമ്പോൾ ഈ നമുക്ക് വേണ്ടി കോരോ ഫാൻ ബേസ് ഉള്ള ഒരു സാധനത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അവർക്ക് വേണ്ടി ഗ്രൂപ്പുകളിലും ബാക്കിയുള്ളിടത്തും പോയി കോരം സംസാരിക്കുമ്പോൾ വായിട്ടലയ്ക്കുമ്പം നമ്മുടെ ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാർ ആദ്യമൊക്കെ മിണ്ടാതിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് തോക്കുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ മടുക്കും. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ വിട്ടുപോകും അവർ. പക്ഷെ അങ്ങനെ വിട്ടുപോകാത്ത ഒരുപാട് പേര് ടി വിയൊക്കെ ഉണ്ട്. അതിന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചൊരു വലിയ താങ്ക് യു പറയുക. കാരണം ആ ഡൗൺ ടൈമിലാണ് ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുറേ പേരുണ്ട് ഇവിടെ, മനസ്സിലായ? അതൊരു വലിയ ഫാക്ടറാണ്. എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര, ഇത് ബിൽഡ് ചെയ്യാനുള്ള എൻ്റെ ഫ്യൂവൽ പോലും അതായിരുന്നു. ഞാൻ ഇത് നിങ്ങളെ സുഖിപ്പിക്കുകയൊന്നുമല്ല കേട്ടോ, സത്യമായിട്ട് ഞങ്ങളെ സുഖിപ്പിക്കുകയല്ല. ഇതെൻ്റെ ലൈഫിൽ ഒരു വലിയ ഭാഗം ആയതിൻ്റെ ഒരു കാര്യത്തിൻ്റെ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു, ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് എൻ്റെ ഗ്യാങ്ങിനെ കാണുന്ന എൻ്റെ ഇമോഷൻ ഞാൻ എക്സ്പ്രസ് ചെയ്യുകയാണ്. അല്ലാതെ ഇത് ഞാൻ നിങ്ങളെ സുഖിപ്പിക്കുകയല്ല. അല്ലെങ്കിൽ ഇതിനോട്ടൊക്കെ ഞാൻ വരാനുള്ള ഒരു കാരണം ഇതായിരുന്നു എന്ന് ഞാൻ പറയുക. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് ഈ ഗെയിമിൽ ഇവരില്ലെങ്കിൽ, ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ ഗെയിം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ ഗെയിം ഞാൻ ഓൾറെഡി ഒരു വർഷം മുമ്പേ വെറുത്തു പോയതാണ്. ഇവരോട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇന്നിങ്ങനെ നിൽക്കത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇത് കളിച്ചുകൊണ്ടിരിക്കത്തില്ല. എനിക്ക് ഉള്ള വാച്ചിങ് മതിയെന്ന് പറഞ്ഞ് ഞാൻ തലേ തുണിയും കെട്ടി ഇവിടെ ലോറിയൊക്കെ ഓടിച്ച് ആ സൈഡിൽ ഇരുന്നേനെ. സത്യമായിട്ടും ഞാൻ ഇപ്പോഴും എൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിൽ, ഞാൻ ഇതൊരു വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ല ഈ ഗെയിം കളിക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം, വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടല്ല കറൻ്റ് ഈ ഗെയിം കളിക്കുന്നത്. വ്യൂവർഷിപ്പ് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ കഴിച്ചു എനിക്ക് 30 ദിവസം വന്ന് ഈ പറയണത് പോലെ ലൈവ് ഇട്ട് എൻ്റെ കാര്യം നോക്കി പോവാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് കുറേ കാര്യങ്ങൾ കിട്ടി എനിക്ക് ഇതിനകത്തുകൂടി. ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഗൈസ്. സിറ്റി കയറാൻ പറ്റൂല ഗൈസ്.